എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാർ. സാമ്പാർ പലവിധം ഉണ്ടാക്കും, പക്ഷെ പെട്ടെന്ന് നമുക്ക് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്കുണ്ടാക്കാം. വേറെ ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് ഞാൻ മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നു. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്കിനി ചേർക്കാം. കഷ്ണങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം. പിന്നെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒരു 10-25 ചുവന്നുള്ളി, ഒരു സവാള, ഒരു ചെറിയ 2 തക്കാളി. നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. തക്കാളി ഇത് മതി. ഒരു 4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെണ്ടയ്ക്ക. നമുക്കിത് വെണ്ടയ്ക്ക വഴറ്റിയിടുന്നവരുണ്ട്, അല്ലാതെ ഇടുന്നവരുണ്ട്. നമുക്ക് ഇവിടെ വഴറ്റിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കുക്കറിനകത്തൊക്കെ വെക്കുമ്പോൾ വഴറ്റിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുക്കറിലല്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലാണ് വെച്ച് കാണിക്കുന്നത്. പിന്നെ ഇത് കടുവറക്കാൻ വേണ്ടിയിട്ട് 2 ചുവന്നുള്ളി, 2 പുളി പിഴിഞ്ഞൊഴിക്കാൻ, കടുവറക്കാൻ അല്ല, പുളി പിഴിഞ്ഞൊഴിക്കാൻ. കാര്യം തക്കാളി ഉണ്ടെങ്കിലും പുളി വേണം. ഒരു കൈപ്പുളി ചേർക്കണം. പിന്നെ ഇത് കായക്കട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. പൊടിയുണ്ട്, നമുക്ക് കായക്കട്ടയിട്ട് ചെയ്യാം. പിന്നെ 2 മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത്രയാണ് സാധനങ്ങൾ. ഇനി നമുക്ക് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ വിട്ടുപോയ സാധനങ്ങൾ ഞാൻ പുറകെ പറയാം. ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.